സമാധാനമല്ലേ? നിങ്ങൾ പറയണാണ് തോന്നുന്നു നിങ്ങൾക്ക് ഇതിനകത്തൊരു പങ്കുമില്ലാന്ന്. ഞാനല്ലേ അവളുടെ അടുത്ത് ആദ്യം പോയി പറഞ്ഞേ, അവൾ സമ്മതിക്കുകയും ചെയ്തല്ലേ. പിന്നെ എന്തോന്ന്? എന്നാലും നീ ആ ഡോൾഫിനെ കുറിച്ച് പറഞ്ഞ വളരെ നല്ല ദൈവം പൊറുക്കും ഓടിയത്. എത്ര മനുഷ്യന്മാർ രക്ഷിച്ച് കരയെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അറിയാമോ? അത്രയും നല്ല മനസ്സുള്ള ഒരാളാണ് ഡോൾഫിൻ. അതൊക്കെ ഇനിയിപ്പോൾ പറയണ്ടെന്തിനാ? പെണ്ണെന്തായാലും ബാഡ്മിന്റൺ കളിക്കാരി ആയില്ലേ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കില്ല. അവള് ബാഡ്മിന്റൺ കളിക്കാൻ പോയുള്ള അവസ്ഥ എന്താണെന്ന് അറിയാമോ? എന്താ കൂടി പോയാൽ തോക്കും. എടി കയ്യെത്തുന്നിടത്ത് കണ്ണെത്താത്ത കൊച്ചാണത്. അവൾ ഏതെങ്കിലും ഒരു കൊതുവിനെങ്കിലും അടിച്ചോളണം നീ കണ്ടിട്ടുണ്ടോ? നെറ്റിക്ക് അടിച്ചാൽ മൂക്കിക്കൊള്ളും. അത് ശരിയാണല്ലോ. അവക്ക് ഈ ഉന്നത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലേ. അവളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഒരു പ്ലഗിനകത്ത് ഈ ചാർജർ കുത്തുന്നത് ഒരു 3-4 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാ. അങ്ങനെയുള്ളവള് ബാഡ്മിന്റൺ കളിക്കാൻ പോയിരുന്നാൽ ആൾക്കാർ ചീമുട്ട എടുത്തറിയൂലേ? അയ്യോ, അവക്കാണെങ്കിൽ തിരിച്ചെടുത്ത് എറിയാനും പറ്റൂല. കൊള്ളൂലല്ലോ അവളെറിഞ്ഞാ. ഷോ പിന്നെ എന്ത് ചെയ്യും? എന്തോന്നേ അവളെ കാലിൽ വിട്ടിട്ടെങ്കിലും പറയാം, എഞ്ചിനീയറും ഡോക്ടറൊന്നും ആവണ്ട, ബാഡ്മിന്റൺ കളിക്കാനും പോണ്ടെന്ന് പറയാം. പക്ഷെ ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മൾ ചെയ്തത് മോശമായിപ്പോയി. അവളുടെ ആഗ്രഹം എന്താന്ന് ചോദിക്കാണ്ട് ചുമ്മാ എന്നിട്ട് അല്ലേ, മോശമായിപ്പോയി. എല്ലാം മൃഗപാലൻ ഡോക്ടറാണ്. അങ്ങനെ കുത്തിയതാണ് എല്ലാത്തിനും കാരണം. അങ്ങനെ കിട്ടട്ടെ എൻ്റെ കയ്യിൽ. അത് തന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇതെല്ലാം ഒപ്പിച്ചേ ഒറ്റപ്പെടുത്താണ് എന്നെ. അങ്ങനൊന്നുമല്ല. പിന്നെ പോട്ടെ. അല്ല, നമ്മളിപ്പോൾ ചെന്നിട്ട് ഈ ബാഡ്മിന്റൺ കളിക്കണ്ടെന്ന് അവളോട് പറഞ്ഞാൽ അത് മോശമല്ലേ? അത് അവളുടെ ഇഷ്ടമല്ലേ? ശരിയാണ്, അവൾക്ക് അവളുടെ ജീവിതമാണ്. അവൾക്ക് ചീമുട്ടേറ് കൊള്ളാനാണെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രോത്സാഹിപ്പിക്കണം. ജീവിതത്തിൽ ഇങ്ങനെ ചില പാഠങ്ങൾ നമ്മൾ അനുഭവിച്ച് തന്നെ പഠിക്കണം. പഠിക്കട്ടെ അവള് പയറ്റി തെളിയട്ടെ. എന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ തിരഞ്ഞെടുക്കട്ടെ അല്ലേ? അല്ല, ഇനി അവക്ക് നിന്റെ സ്വഭാവം വല്ലതാണ്. എന്റെ സ്വഭാവത്തിനെന്താ കുഴപ്പം? അല്ല, നീ ഒന്നിലും ഇങ്ങനെ ഉറച്ചു നിൽക്കില്ലല്ലോ, അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങനെ അങ്ങനെയല്ലേ? അങ്ങനെ അത് എന്റെ സ്വഭാവത്തിന്റെ ചില ലക്ഷണങ്ങൾ അവക്കുണ്ടോ എന്ന് എനിക്കൊരു സംശയമില്ല അതില്ല. എന്നാ ഹനുമാൻ സ്വാമിക്ക് മാത്രമേ അവളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഹനുമാൻ സ്വാമി. അല്ല, ഇപ്പൊ എന്റെ സ്വഭാവം ആണെങ്കിൽ എന്താ? അപ്പോഴും അവളെ വഴിക്ക് വിട്ടേക്കണം. അവളെ വഴിക്ക് വിടാം. എന്നാലും നീ ഡോൾഫിനെ കുറിച്ച് പറഞ്ഞത് വളരെ, നിനക്ക് എങ്ങനെ തോന്നിയടി അത്? അയ്യേ, എങ്ങനെ തോന്നി? എടി ഡോൾഫിന്റെ സ്ഥാനം ഇവിടെയാണ്, ഇവിടെ. അറിയാമോ നിനക്ക്? അതെ, ഡോൾഫിനെ കുറിച്ചല്ല പറഞ്ഞത്, സ്രാവിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് ഞാനല്ല പറഞ്ഞ, അച്ഛമ്മ. സ്രാവ് കടിക്കുന്നു. സ്രാവ് കടിക്കും. സ്രാവ് കടിക്കും. സ്രാവ് കടിക്കും. നടക്കോ? ഇതെങ്കിലും ഒന്ന് കൊള്ളിക്കണം കേട്ടോ. നിനക്കെന്താ പല്ലി കാഴ്ച കൂടിപ്പോയോ? നിനക്ക് രണ്ടായിട്ട് കാണുന്നുണ്ടോ? നിന്നെക്കാട്ടി സൂപ്പറായിട്ട് കണ്ണാണതൊരു കളിയും. സൂക്ഷിച്ചു നോക്ക്, എന്നിട്ട് അടുത്ത് വരുമ്പോ അടി. എടാ, ഞാൻ അത് തന്നെയാണ് ചെയ്യണത്. കൊള്ളണ്ടേ? പിടിച്ചോ. എന്താ വാടി? ചേച്ചി ചേച്ചിയോട് പറ്റും, ചേച്ചി ശ്രമിക്കേ. നിങ്ങൾ മിണ്ടായിരിക്കുന്നുണ്ടോ? കളിച്ചോ. ഇവരിവിടെ വന്നിരിക്കുന്നോണ്ട് എന്റെ കോൺസെൻട്രേഷൻ പോണേ. കളിക്കുമോളെ. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ലാസ്റ്റ് ഇതുകൂടെ കളഞ്ഞാൽ ഇവിടെ റേഷൻ കാർഡിൽ പേരും കിട്ടിയേക്കണം കേട്ടോ. ഉറപ്പായിട്ടും വിട്ടു. പിടിച്ചോ. അച്ഛാ, ഇവള് ഇനി ബാഡ്മിന്റൺ കളിച്ച് നമ്മുടെ രാജ്യത്തിന് നാണക്കേടാട്ടോ. ഇതിലും നല്ലത് ഇവള് മൃഗ ഡോക്ടർ ആവുന്ന. അതാവുമ്പത്തേക്കും പട്ടിയുടെ പൂച്ചയുടെ മാന്ത കിട്ടുള്ളൂ, നമുക്ക് നാണക്കേടില്ല. വെറുതെ ചിരിച്ചോണ്ടിരിക്കുന്ന ചേട്ടാ, നീ കൂടുതലൊന്നും പറയണ്ട. മകളിങ് വാടാ. മോള് അച്ഛനോട് അമ്മയോടെങ്കിൽ ക്ഷമിച്ചേരെ. സത്യം പറഞ്ഞ ഒരു അച്ഛനമ്മയും കാണിക്കാൻ പാടില്ലാത്ത പരിപാടി ഞങ്ങൾ മോളോട് കാണിച്ച്. പക്ഷെ സാരില്ല, പോട്ടെ. അച്ഛനും അമ്മയും മോളുടെ ഇടതും വലതും ഉണ്ടാവും കേട്ടോ. ധൈര്യമായിട്ട്. പൊന്നോ ചേട്ടാ, ഇവളെ ബാഡ്മിന്റൺ കളിക്കാനൊന്നും വിടല്ലേ. ഇതോടുകൂടി ഏകദേശം 150ാമത്തെ പ്രാവശ്യമാണ് അച്ഛൻ സർവീസ് ചെയ്യുന്നത്. ഒരെണ്ണം പോലും അടിച്ചിട്ടില്ല. ഇവക്ക് ഇനി 100 കോക്ക് വെള്ളം നേരെ ഇട്ട് കൊടുത്താൽ ഇവിടെ ആ കോക്കിലൊന്നും കൊള്ളിക്കാതെ ഗ്യാപ്പ് അടിക്കും. അവളെ അടിക്കണവരെ ഞങ്ങൾ കോക്കിട്ട് കൊടുക്കും കേട്ടാ. അതെ അച്ഛാ, ഞാൻ നിങ്ങൾ രണ്ടാളും അടി കൂടാണ്ടിരിക്കാൻ വേണ്ടിട്ട് ചുമ്മാ പറഞ്ഞാ. എനിക്ക് ബാഡ്മിന്റൺ കളിക്കാരൊന്നും വേണ്ട. എന്റെ പൊന്നതായ വളരെ ഉപകാരം. അല്ലെങ്കിൽ നീ ഇവിടുത്തെ വായി മൊത്തം അടിച്ച് അപ്പുറത്തെ പറമ്പിടാനല്ലേ. ദൈവം ഉണ്ടടി നമ്മുടെ അവിടെ ദൈവം. പക്ഷെ നിനക്കൊരു ബാഡ്മിന്റൺ കളിക്കാരി ആവാനൊക്കെ പറ്റിയേനെ. അമ്മ സപ്പോർട്ടായിരുന്നു. എന്റെ പൊന്നാശ, അവക്ക് ഇഷ്ടമില്ലെങ്കിൽ അവള് സമാധാനമായിട്ട് അതങ്ങ് നിർത്തിക്കോട്ടെ. വേണ്ട മകളെ, അടിച്ചടിച്ച് കൈയൊന്നും വേദനിപ്പിക്കണ്ട കേട്ടോ. അച്ഛാ, അടിച്ച് ഭയങ്കര വേദന വെച്ച കൈയൊക്കെ വേറെ എന്തെങ്കിലും നോക്കാം. അതല്ല ഞാൻ പറഞ്ഞത്. എടി പല്ലേ, ചിറ്റപ്പ നിനക്ക് കുറച്ച് നല്ല കരിയർ ഓപ്ഷൻസ് പറഞ്ഞുതരാം. നീ ഏതിനും നല്ല ഓർമ്മ സെലക്ട് ചെയ്തെടുത്താൽ മതി. നിന്റെ ഓപ്ഷൻസ് ഒക്കെ നീ കയ്യിൽ വെച്ചിരുന്നാ മതി.
എന്തുവാ ഞാൻ ഉപദേശിച്ചല്ലേ ഉള്ളൂ അല്ല നിങ്ങളെ പണക്ക് കുറ്റപ്പെടുത്തിയൊന്നും ഇല്ലല്ലേ ആ നീ പാടി ഞാൻ പറഞ്ഞുതരാം നിനക്ക് മക്കളെ എങ്ങോട്ടാ എന്തുവാ ഇങ്ങോട്ട് പാടേ എവിടെ കൊണ്ടുപോണേ നല്ല കരിവർഷം പറഞ്ഞു കൊടുക്കണോ ഇനി? നീ കൂടുതൽ ഓപ്ഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കണം കരുപാടി ചെല്ലു ഓപ്ഷൻ പറയാൻ നടക്കണം അപ്പൊ ശംഭു നിനക്ക് ഞാൻ പറഞ്ഞു നീങ്ങില് വാ അയ്യോ എണീക്ക് എണീക്ക് എല്ലാരും എണീക്ക് വാ വാ അവന്റെ കരിയർ ഓപ്ഷൻ ദാ, അതിനെക്കാട്ടി വേറെ ഞാൻ കൊക്കേ ചാടിച്ചാവുന്നതാണ് കണ്ടാടാ കണ്ടാ, കണ്ടാ? എല്ലാത്തിനും നോക്കിക്കോ, നോക്കിക്കോ. നല്ല ഗുണം എല്ലാവർക്കും കേട്ടോ നോക്കിയോടാ ആ, ദാ പോടാ പോടാ. ആ കൊച്ചിനെ നല്ല മതിപ്പാടാ നിന്നെ പറ്റി എല്ലാവർക്കും നല്ല മതിപ്പാ ഓക്കെ നോക്കിയാലോ അപ്പൊ നമ്മളെ ആർക്കും വേണ്ട നമുക്ക് വരുത്ത് ഇയാളൊന്നും കളിക്കണ്ടല്ലോ ഇടയ്ക്ക് എന്തുവാടാ ഈ കാണിക്കുന്നേ പരിയൊക്കെ കളിക്കാൻ സമ്മതിക്കുന്നത് ഇവിടെ ആരും കളിക്കണ്ട പിന്നെ എന്നെ ഇവിടെ കുറ്റപ്പെടുത്തിട്ട് അങ്ങനെ ആരും ഇവിടെ കളിക്കണ്ട നീ തിരിച്ചു പറഞ്ഞ് കളിക്കുന്നത് ഇതൂടെ കൊണ്ടോ കളിക്കും ഇതൂടെ കൊണ്ടോ ഒറ്റക്കെട്ട് ഇങ്ങനെ തട്ട് ആ അതെ കൊണ്ടോ തട്ട് പഠിച്ചോ മക്കള് പഠിച്ചു പഠിച്ച് മോക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് തന്നെ ആവണം കേട്ടാ ആരെങ്കിലുമൊക്കെ പഠിച്ച് മൃഗ ഡോക്ടറൊക്കെ ആവുമായിരിക്കും അല്ലേ മക്കളെ അല്ലെങ്കിൽ പാവം മൃഗങ്ങളുടെ കാര്യം കഷ്ടം തന്നെ കേരളത്തിലാണെങ്കിലും മൃഗ ഡോക്ടർമാരുടെ എണ്ണവും കുറവാണ് വിരലിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ അച്ചെത്തി സൗണ്ട് കൂട്ടി ആത്മകഥം പറഞ്ഞാണ് മക്കൾക്ക് കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ല മക്കള് പഠിച്ചോ മക്കൾ ഇങ്ങ് പോരെ അല്ലെങ്കിൽ അച്ഛൻ ഇനിയും സൗണ്ട് കൂട്ടി ആത്മകഥം പറയും ചാൾസ് ബാബേജ് അല്ലേ മക്കളെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചേ ബൾബ് കണ്ടുപിടിച്ചതാ എഡിസൺ ഐസക് ന്യൂട്ടനാ മൃഗ ഡോക്ടർ ആവടി നീ മൃഗ ഡോക്ടർ ആവ്